5 കൈലാസങ്ങളും പോയി കണ്ടുവന്ന ഒരാളെ ഞാനിന്ന് കാണുന്നുണ്ട്. ഞാനിന്ന് രാവിലെ എൻ്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുക, 5 കൈലാസമോ? കൈലാസം ഒന്നല്ലേ ഉള്ളൂ? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, 5 കൈലാസങ്ങളുണ്ട്. നമ്മുടെ പല ആളുകൾക്കും, ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും, കൈലാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കൈലാസത്തിൻ്റെ ചിത്രമുണ്ടല്ലോ, ഒരു പിരമിഡ് ഷേപ്പിലുള്ള മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്ന കൈലാസം. ആ കൈലാസത്തെക്കുറിച്ച് മാത്രമേ അറിയൂ. പിന്നെ കുറേ ആളുകൾക്ക് അറിയാം കേട്ടോ, അറിയുന്നവരുമുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടാത്തവരാണ് കൂടുതലും. പഞ്ചകൈലാസങ്ങൾ ചുറ്റി വന്ന, പിന്നെ അവിടേക്ക് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ്റെ മുന്നിലിരിക്കുന്ന CP മധുസൂദന മേനോൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പഞ്ചകൈലാസ യാത്ര. അപ്പോൾ അദ്ദേഹം നമ്മുടെ അതിഥിയായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് അടുത്ത കുറച്ച് ദിവസങ്ങൾ സംസാരിക്കാം. ഏതായാലും എനിക്ക് ആദ്യം പ്രിയപ്പെട്ട മധുജിയോട് ചോദിക്കാനുള്ളത്, എന്താണ് ഈ പഞ്ചകൈലാസം? കൈലാസം 5 ഉണ്ടോ? സത്യത്തിൽ കൈലാസം 7 ഉണ്ട്. 7 സപ്തകൈലാസങ്ങളുണ്ട്. അപ്പോൾ അതിൽ 5 കൈലാസങ്ങളാണ് പരിക്രമണം ചെയ്യാൻ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. ആ 5 കൈലാസങ്ങളിൽ പ്രധാന കൈലാസം എന്ന് പറയുന്നത് ചൈനയിലിരിക്കുന്ന, ടിബറ്റിലിരിക്കുന്ന മാനസരോവർ കൈലാസം എന്നറിയപ്പെടുന്ന കൈലാസം തന്നെയാണ്. ശിവൻ താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളെ എല്ലാം തന്നെ കൈലാസം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ പുരാണത്തിൽ 7 കൈലാസങ്ങളെ പറ്റി പറയുന്നു. ഒന്ന്, മാനസരോവറിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന വസതിയായിട്ടുള്ള മാനസരോവർ കൈലാസം. 2, ഹിമാചലിലുള്ള മണിമഹേഷ് കൈലാസം, ശ്രീകണ്ഠ് കൈലാസം, കിന്നർ കൈലാസം. ഈ 3 കൈലാസങ്ങളും ഹിമാചലാണ്. അതാണ് ദേവഭൂമി എന്ന് ഹിമാചൽ ഭൂമി. പിന്നെ ഉത്തരാഖണ്ഡിൽ ആദി കൈലാസം എന്ന് പറയുന്ന ഒരു കൈലാസമുണ്ട്. ഈ ആദി കൈലാസം ഒരു കാലത്ത് പലരും ഇത് തന്നെയാണ് കൈലാസം എന്ന് ധരിച്ചിരുന്നു. കാരണം രൂപസാദൃശ്യം വളരെയേറെ ഉണ്ട് കൈലാസമായിട്ട്. ടിബറ്റിലെ ചൈനയിലെ കൈലാസം പോലെ തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ ടിബറ്റിലെ കൈലാസം പോലെ തോന്നിക്കാവുന്ന ഒരു കൈലാസമാണ് ആദി കൈലാസം. അപ്പൊ ഇതും കൈലാസം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 5 കൈലാസങ്ങളെയാണ് പഞ്ചകൈലാസങ്ങൾ എന്ന് പറയുന്നത്. ഇതിനു പുറമെ അമർനാഥ് ഗുഹയിൽ ശിവൻ വന്നിരുന്നിട്ട് ജനിമൃതിയുടെ രഹസ്യം പാർവതിക്ക് പറഞ്ഞു കൊടുത്ത സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്തിനെയും കൈലാസം എന്ന് വിളിക്കുന്നുണ്ട്. ഇതിനു പുറമെ പുരാണങ്ങളിൽ പൂർവ്വ കൈലാസം എന്നൊരു കൈലാസം. ഈ പൂർവ്വ കൈലാസം നമുക്ക് ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമുക്ക് ഭൂമിയിൽ അത് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതിന് മെറ്റോമോർഫിക് ആയിട്ട് പറയുമ്പോൾ പലരും പറയാറുണ്ട് അത് മനസ്സിലുള്ള അഹങ്കാരത്തിന്റെ കൈലാസമാണ്. 5 കൈലാസങ്ങൾ. ഈ കൈലാസത്തെ ഒന്നുകൂടെ പറയും, പേരെന്താണ്? പൂർവ്വ കൈലാസം. അതേക്കുറിച്ച് എവിടെയാ പരാമർശമുള്ളത്? ശിവപുരാണത്തിൽ 3-4 സ്ഥലത്ത് കൈലാസങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പിന്നെ നാട്ട് ചൊല്ലുകൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ശിവന്റെ കഥകൾ കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഉത്തരാഖണ്ഡിലും ഹിമാചലിലുമാണ്. ശിവനുമായി ബന്ധപ്പെട്ട കഥകൾ കേൾക്കുന്നത്. അവിടെയും ഈ 5-7 കൈലാസങ്ങളെ പറ്റിയുള്ള കഥകൾ ധാരാളമായിട്ട് പറയുന്നു. പക്ഷേ പൂർവ്വ കൈലാസം എവിടെയാണെന്നുള്ള ആർക്കും ഇതുവരെ ഓരോ മനുഷ്യന്റെയും മനസ്സിലാണ് എന്ന് പറയുന്നു. അത് അഹങ്കാരത്തിന്റെ കൈലാസം. മനസ്സിൽ കൈലാസം ഉണ്ടെങ്കിൽ ഭഗവാനും ഉണ്ട്. തീർച്ചയായും ഉണ്ട്. 5 കൈലാസങ്ങളുടെ പരിക്രമണം കഴിയുമ്പോഴേക്കും മനസ്സിലൊരു കൈലാസം ഉണ്ട്. അതൊരു അഹങ്കാരത്തിന്റെ കൈലാസമാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതിൽ യാതൊരു തർക്കമില്ല. അങ്ങ് എത്ര പ്രാവശ്യം ഈ 5 കൈലാസങ്ങളിൽ പോയിട്ടുണ്ട്? പഞ്ചകൈലാസ യാത്രകൾ പലതവണ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി പോയിട്ട് 5 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പഞ്ചകൈലാസ യാത്ര. എങ്ങനെയാണ് ആദ്യത്തെ ഈ കൈലാസ യാത്ര? ഇങ്ങനെ എനിക്കൊന്നും അങ്ങേക്ക് ഈ ഒരു വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും യങ്ങായിരിക്കുന്ന ഒരാൾക്ക് സാറ് കൈലാസം കാശിയൊക്കെ ഒരു ഗ്രഹസ്ഥം വിടുന്ന സമയത്തേക്ക് പോകേണ്ട സ്ഥലമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കൈലാസത്തിൽ ഇങ്ങനെ ആകർഷണാവുകയും അവിടേക്ക് പോകാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ്. അത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത് നിമിത്തം എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ അതായിരുന്നു അതിന്റെ നിയോഗം. അന്നാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തില് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അത് തീർച്ചയായും വളരെ ഭാരവാഹിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. തൃശ്ശൂർ അയ്യന്തോളാണ്. അപ്പോൾ വായന എന്നുള്ളൊരു ശീലം ചെറുപ്പം മുതലുണ്ടായിരുന്നു. കാരണം അച്ഛൻ അധ്യാപകനായിരുന്നു. അച്ഛൻ അയ്യുമായിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ്. അപ്പോൾ വീട്ടിൽ പുറത്തേക്ക് പോകാൻ അധികം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന വിനോദം എന്ന് പറയുന്നത് വീടിനകത്തുള്ള നിറയെ പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാന്നുള്ളത്. അപ്പം ഇങ്ങനെ നിറയെ വായന ഉണ്ടാകുമ്പോൾ ഇത് ഒരു വൈരുദ്ധ്യമാണ്. കാരണം ഇടതുപക്ഷ സാഹിത്യം വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റ് സാഹിത്യങ്ങളും വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു വൈരുദ്ധ്യം ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കൈലാസത്തെ പറ്റി വായിക്കാൻ സാധിക്കുന്നത്. അവിടെ പോകണമെന്നൊരു ആഗ്രഹം വരും. ടിബറ്റിലെ കൈലാസം. അതിന് രാമേന്ദ്ര സാറിന്റെ പുസ്തകമാണ് അതിന് സഹായം. രാമേന്ദ്ര സാർ അദ്ദേഹമാണ് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ന് ഒരു സൗത്ത് ഇന്ത്യയിൽ അതെ കൈലാസത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണഭൂതൻ അദ്ദേഹം തന്നെയാണ്. ഒരു തർക്കമില്ല. അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചിട്ടാണ് നമ്മളൊക്കെ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരു യാത്രാ പദ്ധതി ഉണ്ടല്ലോ. ഉണ്ട്. അദ്ദേഹമാണ് എന്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. അതും എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. കാരണം അദ്ദേഹത്തെ കൊണ്ട് തന്നെ പുസ്തകം പ്രകാശനം ചെയ്യിപ്പിക്കാൻ പറ്റിയെന്നുള്ള ഒരു ഭാഗ്യമാണ്. അദ്ദേഹം സംബന്ധിച്ച് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ ഈ വായനയുടെ ഇടയിലാണ് കൈലാസത്തെ പറ്റി നമ്മൾ അറിയുന്നത്. അപ്പൊ കൈലാസത്തിലേക്കുള്ള യാത്ര പുറപ്പെടുന്ന സമയത്തും
എൻ്റെ ഉള്ളിൽ ഞാൻ ഈ പറയുന്ന പോലെ ഒരു മുഴുത്ത ശിവഭക്തനൊന്നുമല്ല. അങ്ങനെ ഒരു ഭക്തി എന്ന് പറയുന്നത് ആ ലെവലിൽ ഉള്ളിലില്ല. ഇപ്പോ അത് ഞാൻ പറയാം. ഞാനത് ശിവൻ എന്ന് പറയുന്നത് ഒരു ഭഗവാൻ എന്നുള്ളതിന് അപ്പുറത്തുള്ള ഒരു സങ്കല്പമാണെന്നുള്ള തിരിച്ചറിവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അന്ന് പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവനെ പറ്റിയിട്ടോ ശിവന്റെ കഥകളൊക്കെ അറിയാമെന്നല്ല, അത് ശിവനിലേക്കൊരു ലീനമായൊരു ഭക്തി ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നും നയിക്കുന്ന വികാരം എന്ന് പറയുന്നത് എന്തും എൻ്റെ യുക്തിയുടെ ഉള്ളിൽ ഒതുങ്ങുന്നതായിരിക്കണം എന്നുള്ളൊരു മൂഢവിശ്വാസം. അന്നുണ്ടല്ലോ നമ്മുടെ യുക്തി എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായ അറിവുകളുടെ ചെറിയൊരു ബോക്സാണ്, ഒരു ചെറിയൊരു പെട്ടിയാണ്. ഈ പെട്ടിയുടെ ഉള്ളിലാണ് നമ്മൾ പ്രപഞ്ചത്തെ കുത്തിയിറക്കാൻ നോക്കുന്നത്. സെറ്റ് ആവുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ പറയാം ഇത് പ്രപഞ്ചം ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നില്ല, അതുകൊണ്ട് അത് ശരിയില്ല എന്ന് പറയുന്നൊരു ശീലം നമുക്കുണ്ട്. ആ പ്രായത്തിലൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ കൈലാസ യാത്രയ്ക്ക് പോയപ്പോൾ എൻ്റെ യുക്തി ചിന്തയെ അവസാനിപ്പിക്കാവുന്നതാണ് അവിടെ കണ്ടതെല്ലാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കൈലാസ യാത്ര ഞാൻ വിഷയത്തിൽ നിന്നൊന്നും ഡൈവേർട്ട് ചെയ്യാം. നമ്മുടെ പ്രേക്ഷകർക്കും ഇനി കൈലാസത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. അതിന് ഒരുപാട് കടമ്പകൾ കിടക്കണം, ചൈനയുടെ അനുവാദം വേണം, പിന്നെ ആരോഗ്യം സംബന്ധിച്ച് ഒരുപാട് ടെസ്റ്റുകൾ വേണം, പിന്നെ ഡയബറ്റിക് ആയ ആളുകൾക്ക് പോകാൻ വയ്യ എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? നോക്കൂ, കൈലാസ യാത്രയിൽ നമ്മൾ പരിക്രമണത്തിൽ 18,500 അടി ഉയരത്തിലേക്ക് പോകുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ശാരീരിക വെല്ലുവിളികളൊക്കെ അവിടെയുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പെർമിഷനെ പറ്റി പറഞ്ഞത് പൂർണ്ണമായും ടിബറ്റ് ചൈനയുടെ അധീനതയിലാണ്. ചൈനയുടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ 2019 മുതൽ 2025 വരെ നമുക്ക് ആർക്കും അവിടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ആർക്കും പോകാൻ പറ്റാതിരുന്നു. കാരണം അവർ പെർമിഷൻ തന്നിരുന്നില്ല. അവരുടെ പെർമിഷൻ നേടിയെടുക്കുക എന്നുള്ള പദ്ധതി ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോഴേ കേൾക്കുന്ന വർത്തമാനങ്ങൾ വെച്ചിട്ട് ഇനി കുറേ നാളത്തേക്ക് ഈ കൈലാസ യാത്ര യാതൊരു തടസ്സമില്ലാതെ നടക്കാനാണ് സാധ്യത. അത് ആദ്യത്തെ കടമ്പയാണ്. രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് മോദി സർക്കാരിന്റെ ഒരു ഇടപെടൽ തീർച്ചയായും. ഇപ്പൊ ഈ പോയി ആദ്യമേ തന്നെ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കാലങ്ങളായിട്ട് നിന്നുപോയ യാത്ര കൊണ്ടുവന്ന് വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് 2014 മോദി സർക്കാരിന്റെ അധികാരം ഏറ്റെടുത്ത് 2015 ഞാൻ ആദ്യമായിട്ട് കൈലാസ യാത്ര പോകുന്നത്. അപ്പം അന്ന് ഈ പറയുന്ന പോലെ എല്ലാവിധ സ്വാഗതങ്ങളും നമുക്ക് ചൈനയിൽ നിന്ന് കിട്ടി. സാധാരണ നമ്മൾ ചൈനയെ പറ്റി പറയാനുള്ള നമ്മളോട് സഹകരിക്കില്ലാണ്. അത് ഞങ്ങളുടെ വർഷത്തിലൊക്കെ വളരെ സൗഹാർദ്ദപരം. മാത്രമല്ല ഞങ്ങൾക്ക് വളരെ കിറ്റൊക്കെ തന്നിട്ടാണ് അവർ സ്വാഗതം. ഇപ്പൊ എനിക്ക് കൈലാസത്തിൽ പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 69 വയസ്സ് നിലവിലുള്ള ആൾക്ക് കൈലാസത്തേക്ക് പോവാം. 69 വയസ്സ് വരെ. 70-നപ്പുറം പറ്റില്ല. 69 വയസ്സ് നിലവിലുള്ള ആൾക്കാർക്ക് കൈലാസത്തിലേക്ക് പോവാം. ഈ കൈലാസത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചുരുങ്ങിയത് 2 മാസം മുമ്പെങ്കിലും അതാത് ഏജൻസികളായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ട്രാവൽ ഏജൻസികൾ ഇത് സംഘടിപ്പിക്കുന്ന ഏജൻസി. ഇത് 3 രാജ്യങ്ങളിലെ ഏജൻസികൾ തമ്മിലുള്ള കൺസോർഷ്യങ്ങളാണ് ഇത് സംഘടിപ്പിക്കുക. നേപ്പാൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ഇന്ത്യ ഉൾപ്പെടുന്നുണ്ട്, ചൈന ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കൺസോർഷ്യങ്ങളുള്ള ഏജൻസികളായിട്ട് ഉൾപ്പെടുത്തി ഇപ്പോൾ തീർത്ഥയാത്ര ഞാൻ നടത്തുന്ന തീർത്ഥയാത്ര എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഏജൻസിയാണ്. തീർത്ഥയാത്ര അതിന് 6-7 ഓഫീസുകളുണ്ട്. ഇപ്പോൾ ഹെഡ് ഓഫീസായിട്ട് നിൽക്കുന്നത് മുംബൈയിലാണ്. ഇപ്പോൾ 6-7 എന്ന് പറയാൻ കാരണം 6 പ്രവർത്തന ഓഫീസും ഉണ്ട്. 7ാമത്തേത് ഇപ്പോൾ ഏത് നിമിഷവും സജ്ജമാവുന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. കേരളത്തിലുണ്ട്, തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോട് തുടങ്ങും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്നു. ഡെറാഡൂണിലെ ഓഫീസുണ്ട്, ബോംബെയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള തീർത്ഥയാത്രയുടെ പ്രത്യേകത ഈ 2019 ശേഷം കൈലാസ യാത്ര ആരംഭിച്ചിട്ട് ആദ്യമായിട്ട് ഒരു സ്വകാര്യ ടീമിനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി തീർത്ഥയാത്രയാണ്. ഞങ്ങളുടെ 25 പേരുടെ ബാച്ചാണ് അവിടെ പോയി വന്നത്. അവരെല്ലാവർക്കും തന്നെ എനിക്കിപ്പോൾ പോകണമെങ്കിൽ ഞാൻ തീർത്ഥയാത്രയെ ബന്ധപ്പെട്ടു. ഇനി എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു 16 മെഡിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പല സ്വകാര്യ നമ്മൾ ചെയ്യിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കും. നിങ്ങൾ പേഴ്സണലായിട്ട് അതായത് നിങ്ങളുടെ പ്രദേശത്തുള്ള ലാബുകളിൽ പോയി ചെയ്യണം. അതിനൊക്കെ ടൈപ്പുകളുണ്ട് തീർത്ഥയാത്രയ്ക്ക്. ഇതിൽ പലരും മെഡിക്കൽ ടെസ്റ്റുകൾ ചെയ്യാതെ അത് കൃത്രിമമായ സർട്ടിഫിക്കറ്റുകളായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപകടം വരുന്നത് കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ 10,000-ഓളം അടി ഉയരത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന ദിവസങ്ങളുണ്ട്. ശ്വാസത്തിന്റെ പ്രശ്നം, ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരും. 16,000 അടിയുടെ മുകളിൽ ശ്വാസം കിട്ടാത്ത പ്രശ്നം വരും. ഓക്സിജന്റെ അളവ് കുറയും. അപ്പോൾ ഇത് നേരിടാൻ സജ്ജമായ ഒരു ലങ്സും സജ്ജമായ ഒരു ഹാർട്ടും നമുക്കുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രാണായാമത്തിൽ കൂടി ഇത് വർദ്ധിപ്പിച്ചെടുക്കാവുന്നുള്ളൂ. 3 ദിവസം മാത്രമാണ് ഇപ്പോൾ സ്വകാര്യ ഏജൻസികൾ വഴി നടത്തുന്ന യാത്രകളിൽ പോകുമ്പോൾ നമുക്ക് പരിക്രമണത്തിന് വേണ്ടി വരുന്ന 3 ദിവസം മാത്രമാണ് നടക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ കുതിരയെ ഉപയോഗിക്കുകയാണെങ്കിൽ വെറും 1 കിലോമീറ്റർ ഒരാൾക്ക് നടക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കൈലാസ യാത്രയ്ക്ക് നമ്മളൊരു 3 മാസം മുമ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യും. നമ്മൾ തന്നെ അതിൻ്റെ പ്രാണായാമത്തിൻ്റെയും എക്സസൈസുകളെയും എങ്ങനെ നടക്കണം, എത്ര വ്യായാമം ചെയ്യണം എന്നുള്ള രീതികൾ നമ്മൾ അവർക്ക് നിർദ്ദേശിക്കും. ആ നിർദ്ദേശം അനുസരിച്ച് പാലിച്ച് പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ആ യാത്ര ചെയ്തു വരാം. ഡയബറ്റീസ് ഉള്ളവർക്ക് ഒരു കുഴപ്പമില്ല. ഡയബറ്റീസിന് നിങ്ങൾ മരുന്ന് കഴിക്കുന്നിടത്തോളം കാലം ഒരു കുഴപ്പം. നമുക്ക് ഈ കൈലാസത്തിൻ്റെയും
ഭഗവാൻ ശിവൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നതിനൊപ്പം അങ്ങയുടെ അനുഭവങ്ങളും പറയുന്നതിന് മുമ്പ് ഞാനൊരു സ്വകാര്യം ചോദിക്കുകയാണ്, ഒരാൾക്ക് എത്ര രൂപ ചെലവ് വരും കൈലാസം? എത്ര ദിവസം? ഈ വർഷത്തെ യാത്ര വരുന്നത് 2,45,000 തീർത്ഥയാത്രയുടെ പാക്കേജിന് ചെലവ് വന്നിരുന്നത്. അതിൽ ദില്ലിയിൽ നിന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് തിരിച്ച് ദില്ലിയിലേക്ക് വരുന്ന ടിക്കറ്റ് കോസ്റ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തത്. പലരും അതിന് പുറത്ത് ചെയ്യുന്നവരുണ്ട്. ഇതിൽ 1,40,000 രൂപ ചൈനയിൽ വരുന്ന ഏജൻസിക്കുള്ള ഫീസാണ്. അപ്പോൾ അതിൽ കുറവുള്ള പൈസ കൊണ്ടാണ് ബാക്കി. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് നേപ്പാൾ വരെ നമ്മൾ ഇവിടുന്ന് പോയതിന് ശേഷം നേപ്പാളിൽ നമ്മൾ ഒരു ദിവസത്തെ ടൂർ വയ്ക്കുന്നുണ്ട്. പശുപതിനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് നേപ്പാൾ. അപ്പോൾ കാഠ്മണ്ഡുവിൽ ഒരു ദിവസം ടൂർ കഴിഞ്ഞതിന് ശേഷം കാഠ്മണ്ഡു വിട്ട് നമ്മൾ ചൈനയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നേപ്പാളിൽ നിന്ന് ഇന്ത്യൻ ഭക്ഷണം വയ്ക്കാൻ അറിയാവുന്ന കുക്കുകളെയും ഭക്ഷണ സാധനങ്ങളെയും കൊണ്ടുപോകണം. ചൈനയിലെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിക്കില്ല. അവർ ദിവസം വേണ്ടി വരും. 13 ദിവസത്തെയാണ്. 13 ദിവസം നമ്മൾ തിരിച്ചെത്തും. ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പം അങ്ങയുടെ ആദ്യത്തെ കൈലാസ യാത്രയെ കുറിച്ച് പറയും. അപ്പോൾ ഈ പറഞ്ഞ യുക്തി എന്ന് പറയുന്ന ഒരു ചെറിയൊരു എൻ്റെ കയ്യിലുള്ള ഒരു ചതുരക്കട്ടയുടെ ഉള്ളിലെല്ലാം ഒതുങ്ങണം എന്നുള്ള ധാരണയായിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ എൻ്റെ യാത്രയിൽ സഹയാത്രികനായിട്ട് 7ാമത്തെ തവണ കൈലാസത്തിലേക്ക് വരുന്നിരുന്ന ഗുജറാത്തുകാരനായിട്ടുള്ള ഭാവ്നഗറുകാരനായിട്ടുള്ള ഒരു ജാഗേഷ് ഭായ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പലചരക്കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണ്. പലചരക്കടയുടെ ഉടമസ്ഥ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. നമ്മൾ മെഡിക്കൽ സയൻസ് പ്രകാരം ഒരു മനുഷ്യൻ താപനിലയിൽ ഒരു 10 മിനിറ്റ് ഐസിനോട് ബന്ധപ്പെട്ടാൽ ആ ഭാഗത്ത് ഫ്രോസ്റ്റ് ബൈറ്റ് വരും എന്ന് പറയുന്ന മഞ്ഞു വീക്കം വരും, ആ ഭാഗം മുറിച്ച് മാറ്റപ്പെടുന്നതാണ് നമ്മൾ മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. ഇതേ എൻ്റെ മുന്നിൽ കൂടി അന്ന് ജൂൺ മാസത്തിലായിരുന്നു ആ യാത്ര. 5.5 മണിക്കൂർ നഗ്നപാതനായിട്ട് 18,500 അടി ഉയരമുള്ള ഡോൾമ പാസ് നടന്ന് മുറിച്ച് കിടക്കുകയാണ്. എൻ്റെ 5.5 മണിക്കൂർ ചെരുപ്പില്ല. ഒരു ബർമൂഡ മാത്രമാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. മുട്ടിന് ശേഷമുള്ള കാല് നഗ്നാണെന്ന് പറയാം. ഈ മനുഷ്യൻ നടന്ന 5.5 മണിക്കൂർ എൻ്റെ തൊട്ടടുത്ത് കാല് ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഒരു കല്ലുമ്മ കയറ്റി വയ്ക്കാൻ പോലും ഇല്ലായിരുന്നു. പൂർണ്ണമായും മഞ്ഞിൽ കൂടി. അതെങ്ങനെ സാധിച്ചു പുള്ളിക്ക്? ഇത് അദ്ദേഹത്തോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. എൻ്റെ യുക്തി അനുസരിച്ച് അത് സാധിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനിത് ചെയ്യുന്നതല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്നാണ് മറുപടി. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ യുക്തിയിലേക്ക് കിട്ടുന്ന പ്രഹരം അവിടെയാണ്. ആദ്യത്തെ പ്രഹരം 10 മിനിറ്റും ഐസിൽ തുടർച്ചയായിരുന്ന മുറിച്ചുകളെ അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഫ്രോസ്റ്റ് ബൈറ്റ് വരാം, കാലുകൾ മുറിച്ച് മാറ്റാം, പർവ്വതാരോഹണം സംഭവിക്കേണ്ട 5.5 മണിക്കൂറോളം വരുന്ന സമയം വെറും ഒരു പലചരക്കടക്കാരൻ, അദ്ദേഹം ഒരു പ്രൊഫഷണൽ മലകയറ്റക്കാരനൊന്നല്ല, പലചരക്കടയിൽ എടുത്തു കൊടുക്കാൻ നടക്കുന്ന ഒരു അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ സാധിക്കുന്നു പറയുമ്പോൾ ആ പൂർണ്ണമായും മനസ്സ് ശരീരത്തിൻ്റെ മീതെ ആധിപത്യം വഹിക്കുന്നതിൻ്റെ ഒരു നമ്മൾക്ക് സങ്കല്പിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു സംഭവമാണ് നമ്മൾ അന്ന് കണ്ടത്. അപ്പൊ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കൈലാസം അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം, ശിവൻ ഒരു വ്യക്തി എന്നല്ല, ഒരു ഇടപെട്ട് തുടങ്ങിയത് മനസ്സിലായി. പ്രതിഭാസം നമ്മളിലേക്ക് കടന്നു വരുന്നത് അവിടെ നിന്നാണ്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങുന്ന യാത്രയിൽ നമ്മൾ പിന്നീട് ഒരിക്കലും ഈ യുക്തി ചിന്തയുടെ ബോക്സ് പൊട്ടിച്ച് കളഞ്ഞപ്പോൾ പിന്നെ കണ്ടു കിട്ടിയത് എല്ലാം തന്നെ ഈ പ്രതിഭാസത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇതേ യാത്രയിൽ തന്നെ നമ്മളൊക്കെ 6 ലെയർ, അന്ന് ജൂൺ മാസത്തിലാണ് അവിടുത്തെ വേനൽക്കാലം ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുള്ള സമയമായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ -10 ആയിരിക്കും. ഡോൾമ പാസിന് മുകളിൽ മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയായിരിക്കും. മാത്രമല്ല നല്ല കാറ്റുള്ളതുകൊണ്ട് -25 എന്നുള്ള രീതിയിൽ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളെപ്പോലുള്ളവർക്ക് 4 ലെയറൊക്കെ വസ്ത്രം ധരിച്ചിട്ടാണ്, ഷൂസൊക്കെ ഇട്ട് പ്രൊഫഷണൽ ട്രക്കിംഗ് ഗിയറുകളൊക്കെ ഇട്ട് പോകുമ്പോഴും തണുത്ത് കുറച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഞാൻ അതേ യാത്രയിലുണ്ടായിരുന്ന കൈലാസ്നാഥ ബാബ എന്ന് പറഞ്ഞ ഒരു ബാബ, ഞങ്ങൾ ബിഡി ബാബ എന്ന് കളിയാക്കി വിളിച്ചിരുന്ന ഒരു അദ്ദേഹമുണ്ട്. അദ്ദേഹം ഗംഗാനഗർകാരനാണ്, രാജസ്ഥാനിൽ. അദ്ദേഹം 3 തുണികൾ സാധാരണ നിലയ്ക്കുള്ള നമ്മുടെ സാധാരണ കോട്ടൺ മുണ്ട് പോലത്തെ 3 വസ്ത്രം വെച്ചിട്ടാണ് ഈ യാത്ര കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലയിലൊരു കെട്ടുണ്ട്, മേലൊരു വെള്ള തുണിയുണ്ട്, ഒരു കാവി മുണ്ട് എടുത്തിട്ടുണ്ട്. മഞ്ഞിലൂടെ വീടിയും വലിച്ചുകൊണ്ടാണ് പോകുന്നത്. ബീഡി ബാബ എന്ന് പറയാൻ കാരണം നിരന്തരമായി വീടി വലിക്കുന്ന ഒരാളാണ്. വീടി വലിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിനപ്പുറത്തേക്ക്, ആ ശരീരത്തിനപ്പുറത്തേക്ക്, ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, കൈലാസ യാത്രകൾ, ഹിമാലയ യാത്രകൾ ചെയ്യുന്നത് ദേഹമല്ല, ദേഹിയാണ് ചെയ്യുന്നത്. ആ ദേഹിയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള സങ്കല്പത്തിലേക്ക് പൂർണ്ണമായിട്ടൊരു മനുഷ്യൻ മാറിയാൽ പിന്നെ നമ്മൾ കാണുന്നത് എല്ലാം അത്ഭുതങ്ങളാണ്. നമ്മൾ നമുക്കുള്ള പരിമിതികൾ എന്ന് വിശ്വസിക്കുന്നതിനെല്ലാം തട്ടിമറിക്കാൻ ഈ ഒരൊറ്റ വിശ്വാസം കൊണ്ട്, ഈ ഒരു ഭഗവാനും ബോലയും ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്ന, ബോലയുടെ കൂടെ ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ സങ്കല്പം കൊണ്ട് സാധിക്കുന്നു. അല്ല, ഒരു യുക്തിവാദി, കമ്മ്യൂണിസ്റ്റുകാർ യുക്തിവാദിയാണല്ലോ, സഖാവായിരിക്കെ ഇങ്ങനൊരു യാത്രയ്ക്ക് വായനയിലൂടെ ഉണ്ടായ ഒരു ടെംപ്റ്റേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് കൈലാസത്തിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ യുക്തി കിടപ്പുണ്ട് അല്ലേ, അത് പതുക്കെ ഇങ്ങനെ ഭഗവാൻ തട്ടി കളയുകയാണ്. അങ്ങനെ കളഞ്ഞ് അങ്ങനെ ആദ്യമായി കൈലാസം കണ്ടപ്പോൾ എന്ത് തോന്നി?
ആദ്യം കൈലാസത്തിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ നമുക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വരും. ഇപ്പൊ ഈ സെൻ ബുദ്ധിസത്തില് അവനവന്റെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ല ധ്യാന രീതി എന്ന് പറഞ്ഞു കേട്ടു. ഒരു പരിധിവരെ കൈലാസ യാത്രകൾ ശരിയാണ്. അന്ന് ഞങ്ങൾ പോയിരുന്ന സർക്കാർ യാത്രകളാണ്. 30 ദിവസത്തോളം എടുത്ത് 200 കിലോമീറ്റർ നടന്നു പോകുന്ന യാത്രയാണ്. ദാർച്ചുലയിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ ഒരു ദിവസം തന്നെ 20-25 അങ്ങനെ പോയത് പൂർണ്ണമായിട്ട് നടന്നിട്ടാണ് പോയത്. 25 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒക്കെ നടക്കുന്ന ദിവസങ്ങളുണ്ട്. ഈ നടക്കുന്ന ദിവസങ്ങളിൽ ക്യാമ്പിൽ നിന്ന് പുറപ്പെടുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും. പക്ഷെ പിന്നീട് എല്ലാവരും അവരവരുടെ വേഗതയ്ക്ക് അനുസരിച്ച് ഒറ്റയ്ക്കായി മാറും. അപ്പൊ ഈ പ്രകൃതി രമണീയമായ ഹിമാലയം മാത്രമല്ല, ഹിമാലയത്തിന്റെ ഒരു ദൈവിക ചൈനത്തെ മനോഹരമായ യാത്രയാണ്. മനോഹരമായ യാത്ര. അദ്ദേഹത്തിന്റെ പുസ്തകം രാമേന്ദ്രൻ അതിമനോഹരമാണ്. എന്ന് വെച്ചാൽ കണ്ണുകൾക്ക് നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ കഴിയുന്നതിൽ ഏറ്റവും മനോഹാരിത നൽകുന്നത് ഹിമാലയത്തിന് തന്നെയാണ്. അവിടുത്തെ ഓരോ പച്ചിലയ്ക്ക് പോലും പ്രത്യേകമായ സൗന്ദര്യമുണ്ട്. മാത്രമല്ല ഒരു ദൈവികത നമുക്ക് അനുഭവപ്പെടും. അവിടെ ഒരു പ്രത്യേക ദൈവികത നമുക്ക് അവിടെ എന്തിനും അനുഭവപ്പെടും. അവിടെ വരുന്ന വെള്ളം നമുക്ക് മിനറൽ വാട്ടറിൽ നിന്നുകൊണ്ട് നമ്മൾ കുപ്പിയിലടച്ച് വെള്ളം മേടിക്കുന്ന ആൾക്കാരാണ്. ഒറിജിനൽ നാച്ചുറലായിട്ട് വരുന്ന മിനറൽ വാട്ടർ നമുക്ക് കിട്ടുന്നത് ഹിമാലയത്തിലാണ്. ഏത് നീരറിവിയിൽ വേണമെങ്കിലും നമുക്ക് കൈയെടുത്ത് വെള്ളം കുടിക്കാം. ടാറ്റയുടെ ഹിമാലയൻ വെള്ളം വരുന്നുണ്ട്. അതിന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള യാത്രയിൽ നമ്മൾ ഈ ദൂരം മുഴുവൻ താണ്ടുമ്പോഴും ഈ മല മുഴുവൻ കയറുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ശബ്ദം, ഒന്ന് ഹിമാലയത്തിന്റെ കിളികളുടെ ശബ്ദവും കാര്യങ്ങൾക്ക് അപ്പുറത്തായിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദമാണ്. ഇപ്പൊ സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന മെഡിറ്റേഷൻ സംഭവിക്കുന്ന അവിടെയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകളുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നു, തീർത്ഥയാത്ര പോകുന്ന ഏതൊരു ഭക്തനാണെങ്കിലും, അത് യുക്തിവാദിയായിട്ട് പോകുന്ന ആളായിക്കോട്ടെ, ട്രക്കിങ്ങിന് പോകുന്ന ആളായിക്കോട്ടെ, ഒരു കൗതുകത്തിന് പോകുന്ന ആളായിക്കോട്ടെ, ഭക്തിയോടുകൂടി പോകുന്ന ആളായിക്കോട്ടെ, ഏതെങ്കിലും ഒരു നിമിഷം ഏത് ഭഗവാനിലേക്കാണോ പോകുന്നത് ആ ഭഗവാനും ആ ഒരു എനർജിയും ആ യാത്രികനുമായിട്ടുണ്ടാവും. ഒരു നിമിഷം ഉണ്ടാവുള്ളൂ. ആ ഒരു നിമിഷം തന്നെ ട്രാൻസ്ഫോർമേഷൻ പവറുകളെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കൈലാസം എത്തുമ്പോഴേക്കും തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന യുക്തിചിന്തയുടെ ആ ഒരു കാപട്യം പൊട്ടിപ്പൊളിഞ്ഞു പോയിരുന്നു. കാരണം എന്റെ യുക്തിയെ വെല്ലുവിളിക്കുന്നതാണ് ഞാൻ അവിടെ കണ്ട എല്ലാ കാഴ്ചകളും. അല്ല, ഈ കൈലാസത്തെ എത്തുമ്പോൾ കൈലാസത്തെ കുറിച്ച് പറയുമ്പോൾ മാനസ സരസ്, അതിലെ അരയന്നങ്ങൾ, പിന്നെ ഇപ്പുറത്ത് രാക്ഷസത്താൽ അല്ലേ, പിന്നെ ഞാൻ എം കെ രാമചന്ദ്രൻ്റെ ബുക്ക് വായിക്കുമ്പോൾ അദ്ദേഹം ഈ മാനസ സരോവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു വസ്തുവിൽ ചവിട്ടി ഈ മാനസ സരസിൽ ശേഷനാഗം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കൈലാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ, രാത്രിയിൽ ഒരുപാട് ശബ്ദങ്ങൾ. പിന്നെ കൈലാസം എന്ന് പറയുന്നത് വേറൊരു ലോകത്തിലേക്കുള്ള വാതായനമാണെന്നും അതിനുള്ളിൽ വേറൊരു ലോകമുണ്ടെന്നും അതൊരു പിരമിഡാണെന്നും മറ്റേ ഏലിയൻസ് വന്നുണ്ടാക്കിയ പിരമിഡാണെന്നൊക്കെ ഒരുപാട് തിയറികളും കഥകളും ഒക്കെ ഉണ്ട്. ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് വരെ ലോകത്ത് ഒരു മനുഷ്യനും കീഴടക്കാൻ പറ്റാത്ത പർവ്വതമാണ് കൈലാസം. കൈലാസത്തിൻ്റെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങളിലൂടെ അങ്ങയുടെ ഈ കൈലാസത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതൊന്ന് പറഞ്ഞു പോകണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാര്യങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഭഗവാൻ ശിവന്റെ സവിധത്തിലേക്കുള്ള യാത്ര നടത്തിയ പ്രിയപ്പെട്ട ശ്രീ മധുസൂദനൻ്റെ അനുഭവങ്ങൾ തുടരുകയാണ്. നമ്മുടെ അടുത്ത എപ്പിസോഡ് നിർബന്ധമായും നിങ്ങൾ കാണണം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. തൊട്ട് പിന്നാലെ നാളെ നമ്മൾ അടുത്ത എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.